وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, പ്രിയമുള്ള കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളാകുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് നൽകിയ 5 കാര്യങ്ങളിൽ, നിർബന്ധമാക്കപ്പെട്ട 5 കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരം എന്നുള്ളത് സക്കാത്ത് പോലെയോ ഹജ്ജ് പോലെയോ അതുപോലെ തന്നെ നോമ്പ് പോലെയോ അല്ല. ഇവകൾ വർഷങ്ങളിൽ ഒരു തവണ ചെയ്തെങ്കിൽ ആ ഫർള് വീടിപ്പോകും. പക്ഷേ നിസ്കാരം അത് എല്ലാ ദിവസവും പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. ഏതൊരു ഘട്ടത്തിലും പ്രായപൂർത്തിയും ശുദ്ധിയും ബുദ്ധിയൊക്കെ ഉണ്ടോ, നിസ്കാരം നിർബന്ധമാണ്. അതെങ്ങനെ നിസ്കരിച്ചേ പറ്റും. അപ്പോൾ നാം പലരും നിന്നു നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ സൗകര്യത്തിന് ഇരുന്ന് നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ പല രൂപങ്ങളിൽ നാം നിസ്കാരം ചെയ്യാറുണ്ട്. ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ 3ാമത്തെ ഫർളിൽപ്പെട്ടതാണ് ഖിയാമു ഖാദിരിൻ, അതായത് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത്. ഈ നിൽക്കുക എന്നുള്ളത് തന്നെ 3 രൂപത്തിലുണ്ട്. ഒന്ന്, സ്വയം തന്നെ നിൽക്കാൻ വേണ്ടി കഴിവുണ്ടാവുക, അല്ലെങ്കിൽ തൂണ് പോലത്തതിനിക്ക് ചാരി നിന്ന് നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ വാടക കൂലിക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയുക. ഈ 3 രൂപത്തിലും നിൽക്കാൻ കഴിയാത്ത വ്യക്തിക്കാണ് ഇരുന്നു നിസ്കാരം അനുവദനീയമാകുന്നത്. എന്നാൽ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഇടങ്ങളിൽ തന്നെ ചില രൂപങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഈ നേരത്തെ പറഞ്ഞ 3 രൂപത്തിലും നിൽക്കാൻ കഴിയാത്ത വ്യക്തി ഇരുന്ന് നിസ്കരിക്കേണ്ടത് ഒന്നുകിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം, അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കണം. അപ്പോൾ ഇതിന് രണ്ടിനും പകരം ഇഫ്തിറാഷും അല്ല തവറുക്കും അല്ല, കസേരയിൽ ഇരുന്നാൽ വേണ്ടി പറ്റുമോ ഇല്ലേ? ഇവിടെ പറയുന്നത് ഇഫ്തിറാഷ് ഇരിക്കലാണ് ഉത്തമം എന്നാണ്. അടുത്തത് ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം. അത് 3 രൂപത്തിലെ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, നിന്നുകൊണ്ട് ഫാത്തിഹ ഓതാനും റുക്കൂഅ് ചെയ്യാനും ഇഅ്തിദാലിനും സാധിക്കും. പക്ഷേ സുജൂദിനും ഇടയിലുള്ള ഇരുത്തത്തിനും സാധിക്കൂല. ഇങ്ങനൊന്ന് വരിക, അല്ലെങ്കിൽ നിൽക്കാൻ തന്നെ കഴിയാതെ വരിക, അല്ലെങ്കിൽ നിൽക്കുവാനും കഴിയൂല ഇരിക്കുവാനും കഴിയൂല, ഇങ്ങനെ വരിക. ഈ 3 രൂപത്തിൽ ആദ്യം പറഞ്ഞത്, അതായത് നിന്നുകൊണ്ട് ഫാത്തിഹ ഓതാനും റുക്കൂഇനും ഇഅ്തിദാലിനും പറ്റും, പക്ഷേ സുജൂദിലും ഇടയിലുള്ള ഇരുത്തത്തിനും സൗകര്യമാവൂല, അതിന് കഴിയൂല. അങ്ങനെയുള്ളവർ കസേരയിൽ ഇരുന്ന് വേണ്ടി നിസ്കരിക്കാം. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്, അവൻ
തലയണ വെക്കൽ നിർബന്ധമാണ്. കാരണം അവിടെ ഇൻഇക്കാസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്താണ് ഇൻഇക്കാസ് എന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് കുനിഞ്ഞു കിട്ടുക, സുജൂദ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് കുനിഞ്ഞു കിട്ടുവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അവൻ നിലത്തിരുന്നു കൊണ്ട് നിസ്കരിക്കണം. അതായത് നിൽക്കാൻ പറ്റാതെ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി കഴിയും. നിൽക്കാൻ തീരെ കഴിയും, പക്ഷെ ഇരുന്നവനെ ആൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അവൻ കസേരയിൽ ഇരിക്കാതെ മറ്റേ സൊഫിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. മൂന്നാമത്തെ രൂപം, അതായത് നിൽക്കാനും കഴിയൂല, അതുപോലെ തന്നെ ഇരിക്കാനും കഴിയൂല. ഇങ്ങനെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കസേര വെക്കേണ്ട രൂപം എങ്ങനെയായിരിക്കും? കസേര നിസ്കാരം അനുവദനീയമാണെന്ന് പറഞ്ഞു. ഇനി അതിനെ എങ്ങനെ വെക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നിസ്കാരം കസേരയിൽ ഇരിക്കുന്നതാണെങ്കിലും തന്നെ ഖിയാമൊക്കെ സാധിക്കുന്നുണ്ട്, റുക്വഉം സുജൂദും സാധിക്കൂല. അപ്പോ അതൊക്കെ കസേരയിലാണ്. എന്നാൽ അവൻ കസേര വെക്കേണ്ടത് അവന്റെ സഫിൽ അവന്റെ മടമ്പ് ഒപ്പിച്ചതിന് ശേഷം കസേര വെക്കണം. അതായത് കസേര സഫിന്റെ അവൻ മടമ്പ് വെച്ചതിന്റെ പിൻഭാഗത്തായിട്ട് കസേരയുടെ കാല് വെക്കണം. മറ്റുള്ളവരോടൊപ്പം മടമ്പൊപ്പിച്ച് നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി പരിപൂർണമായും കസേരയിലാണ് ഇരുന്ന് നിസ്കരിക്കുന്നതെങ്കിൽ അവന്റെ ഉയരത്തെ അവൻ സഫായിട്ട് പരിഗണിക്കുക. അപ്പോൾ അവനിക്ക് മറ്റുള്ളവരോടൊപ്പം മടമ്പൊപ്പിച്ചുകൊണ്ട് അവന്റെ കസേര വെച്ച് അതിലിരിക്കുവാൻ വേണ്ടി സാധിക്കും. അത് അനുവദനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.